നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പല കർമ്മങ്ങളും ചെയ്യുന്നു, പല ആക്ടിവിറ്റീസിലും ഏർപ്പെടുന്നു. എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? ശങ്കരാചാര്യർ ഭജഗോവിന്ദം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പോയത്തിൽ പറയുന്നുണ്ട്. ജട്ടിലീ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃത വേഷ പശ്യന്നപിചന പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃത വേഷം. എല്ലാം ഉദരനിമിത്തമാണ്. നമ്മളുടെ അരച്ചാൻ വയറിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അത്ഭുതമായി തോന്നാം, പക്ഷെ അൾട്ടിമേറ്റ്ലി അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. എങ്ങനെയെങ്കിലും ഈ ശരീരം നിലനിർത്തണം. അപ്പോൾ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ എപ്പോഴും നമ്മളെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യുന്നു. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം ഏറ്റവും പ്രധാനം. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വേറൊരു പണി നടക്കില്ല. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലതും തോന്നും. പിന്നെ കലാകാരന്മാരാവാം, ചിലപ്പോൾ സമാജ സേവനം നടത്തണം തോന്നാം, മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നാം, സ്പിരിച്വാലിറ്റി. സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഭക്ഷണം നൽകൂ, അതിനുശേഷം ആധ്യാത്മികത സംസാരിക്കൂ എന്നാണ്. അപ്പോൾ ശരീരം നിലനിർത്തിയില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളത് ക്ലിയറാണ്. പക്ഷേ എന്തിനാണ് ഈ ശരീരം നിലനിർത്തുന്നത്? അത് നമ്മൾ ചിന്തിക്കണ്ടേ? സ്കൂളുകളിലും ഈ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്യണം. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ഫുഡ് ചെയിൻ എന്ന് ബയോളജിയിൽ പഠിക്കും. സർവം അന്നം എന്നാണ് വേദത്തിൽ പറയുന്നത്. അത് തന്നെയാണ് ഫുഡ് ചെയിൻ. ഒന്ന് വേറൊന്നിന് ആഹാരമായിട്ട് മാറുന്നു. സസ്യങ്ങൾ മിനറൽസും വെള്ളം ഉപയോഗിച്ചിട്ട് ഫലങ്ങൾ ഉണ്ടാക്കുന്നു. അത് പക്ഷികളും മൃഗങ്ങളും കഴിക്കുന്നു. ആ പക്ഷികളെയും മൃഗങ്ങളെയും വേറെ മൃഗങ്ങളോ മനുഷ്യനോ കഴിക്കുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവസാനം മരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒന്നുകിൽ വേംസ് കഴിക്കും, അല്ലെങ്കിൽ കഴുകന്മാർ കഴിക്കും, അല്ലെങ്കിൽ തീയിൽ ഇടും, ദഹിപ്പിക്കും. അപ്പോൾ ചാരിജി മഹാരാജ് പറയുന്നത് ദഹിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം തീയ് എല്ലാത്തിനും പ്യൂരിഫൈ ചെയ്യുന്നു. അതുമാത്രമല്ല ശരീരത്തിനോടുള്ള ആകർഷണം ആത്മാവിന് ഇല്ലാണ്ടായി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആത്മാവിന് മുന്നോട്ടുള്ള യാത്രയിൽ ഇങ്ങോട്ടുള്ള ആകർഷണം ഇല്ലാണ്ടായി മാറണം. അതുകൊണ്ടാണ് വേഗം ദഹിപ്പിച്ചിട്ട് കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നത്.
അപ്പം ഇങ്ങനെ അന്നമായിട്ട് മാറുമ്പോൾ എന്തിനാണ് ഈ ജീവിതം? ഫിസിക്സിൽ ഒരു ലോ ഉണ്ട് വർക്കിനെ പറ്റിയിട്ട്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു വേഗതയിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ വർക്ക് നടക്കുന്നു. മാസ് ആക്സലറേഷൻ നടക്കണം. ഒരു വസ്തു ആക്സലറേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അവിടെ വർക്ക് നടക്കുന്നുള്ളൂ. ഒരു വസ്തു അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനെ വർക്ക് എന്ന് പറയാൻ സാധിക്കില്ല. അതിന് മൂവ്മെൻറ്റ് വേണം, ഒരു ചലനം വേണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് ചലനം? ഒരു ചലനവുമില്ല. കാരണം മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഭൂമിയിൽ ഒടുങ്ങുന്നു. എവിടെയാണ് ചലനം സംഭവിച്ചത്? നമ്മളുടെ ഭക്ഷണം കഴിച്ച ശരീരം ദഹിക്കുന്നു, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നു. എന്താണ് നിൽക്കുന്നത് മനസ്സിന് ഉയർച്ച മാത്രം, ക്യാരക്ടർ. അതുകൊണ്ടാണ് ക്യാരക്ടർ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ മനസ്സ് എത്രത്തോളം ഉയർന്നു, നമ്മൾ എത്രത്തോളം നന്മയിലേക്ക് ഉയർന്നു, ബെറ്ററായി. ഇതാണ് ശരിക്കും എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം. ഇത് തുടക്കത്തിൽ തന്നെ ഊന്നി പറയണം. നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യനെ ഇത്രയും സംരക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കിയാലറിയാം, ഗവൺമെൻറ് ആയാലും മനുഷ്യൻ്റെ സൗകര്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അത് കുറച്ച് കൂടുന്നുണ്ട് തോന്നുന്നു. റോഡൊക്കെ വല്ലാതെ വലുതാക്കുക, നമ്മൾ സൗകര്യങ്ങൾ മാറിയിട്ട് ആഗ്രഹങ്ങളിലേക്ക് തിരിയുന്ന പോലെ. ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഭക്ഷണം നൽകുക, താമസിക്കാൻ പാർപ്പിടം നൽകുക, എന്നിട്ട് നന്നാവാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി ശരിയായിരിക്കും നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാവണം, എങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. സ്കൂളുകൾ ഒരുക്കുന്നത്, ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങൾ എല്ലാം നന്നാവാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ടുണ്ടാവണം. നിങ്ങൾ വേണമെങ്കിൽ റിച്വൽ ചെയ്തോളൂ, ഈശ്വരവാദം വേണ്ട, നിരീശ്വരനായിക്കോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തു, പക്ഷേ യു ഷുഡ് ബിക്കം ബെറ്റർ. നമ്മുടെ കുറ്റവാളികൾക്ക് ജയിലുകളുണ്ട്, നന്നാവാൻ വേണ്ടിയിട്ടാണ്, ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. മഹാത്മാഗാന്ധിജി ഇത് വളരെ പ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞത്, ജയിലിലൂടെയാണ് മോചനം എന്നാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. കാരണം അവിടെ ഒറ്റപ്പെട്ട് ഇരിക്കുമ്പോൾ സദ്ബുദ്ധി തോന്നിയാലോ, അവിടെ സത്സംഗങ്ങൾ വേണം, അവിടെ നല്ല പുസ്തകങ്ങൾ. മഹാത്മാഗാന്ധിജിയുടെ അധികം വായന നടന്ന ജയിലുകളിലാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ലോകത്തെ കരുതാണ്, ലോകം തന്നെ ഒരു ജയിലാണെന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ നിർത്തിയിട്ട് നമുക്കൊരു ജയിലറുണ്ട്. ജയിലർക്ക് ജയിലിൽ എന്താ പറയുക, കണ്ടിന്യൂസ് നിൽക്കേണ്ട ആവശ്യം, വന്നു പോയിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ മാസ്റ്റേഴ്സ്, വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇവിടെ സംരക്ഷിച്ച് നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ട് നിങ്ങൾ നന്നാവും, നിങ്ങൾക്ക് ഇന്ന് പുറത്തേക്ക് വരണം. മനസ്സ് ഉയർന്നാൽ മാത്രമേ ഈ ശരീരത്തിനോട് ആകർഷണം ഇല്ലാണ്ടേ മാറുള്ളൂ. വീണ്ടും വീണ്ടും ശരീരത്തിനോട് ആകർഷണം ഉണ്ടാവുകയാണ്, വീണ്ടും വീണ്ടും ഭക്ഷണത്തോട് ആകർഷണം ഉണ്ടാവുകയാണ്. അവസാനം വരെ ഇന്ദ്രിയങ്ങളുടെ പുള്ളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് നമ്മൾ മാറിയിട്ടില്ല എന്നാണ്. നമ്മൾ പിന്നെ അനിമൽ ലൈഫിലല്ല ഇരിക്കുന്നത്. പിന്നെ എന്തിനാണ് എവല്യൂഷൻ? എന്തിനാണ് അനിമലിൽ നിന്ന് മനുഷ്യനായി മാറിയത്? ഹ്യൂമൻ സ്വഭാവം എന്തിനാണ് മനുഷ്യനായി മാറിയത്? എവല്യൂഷണൽ പർപ്പസ് വേണ്ടേ? അപ്പോൾ ആ പർപ്പസ് എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. പർപ്പസ് ഓൾവേസ് സ്പിരിച്വലാണ്, ഒരു സംശയമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നാവാൻ വേണ്ടി മാത്രമാണ്. കുട്ടികൾ പഠിക്കണം, നന്നാവണം, വിദ്യാഭ്യാസം നേടി നല്ല ജോലി കിട്ടണം, സമ്പാദിക്കണം, എല്ലാം നല്ലതാണ്. പക്ഷേ ഈ ഷുഡ് ബിക്കം എ ബെറ്റർ മാൻ, ബെറ്റർ പേഴ്സൺ. അതാണ് അവസാനം നിൽക്കാൻ പോകുന്നത്. ബാക്കിയെല്ലാം ഇല്ലാണ്ടാവും. എത്ര വലിയ ജോലിയാണെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടായി മാറും. പക്ഷേ നമ്മുടെ നന്മ, മനസ്സിൻ്റെ നന്മ വർദ്ധിച്ച് വരുന്നു. പ്രായമാവും തോറും, മെച്യൂർ ആവും തോറും നമ്മുടെ മനസ്സ് മെച്യൂറായി പെർഫെക്ഷനിലെത്തണം. വാല്യൂ കൂടി വരണം. പ്രായമുള്ള ആൾക്കാർക്ക് വാല്യൂ അധികം ഉണ്ടാവണം. അവരിവിടുന്ന് പോകരുതെന്നൊരു തോന്നൽ വേണം. ഒരിക്കലും വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോകാൻ തോന്നരുത്. വൃദ്ധസദനങ്ങൾ ഇവിടെ ഒഴിവാകാനുള്ള ഏറ്റവും വലിയ വഴി മനുഷ്യരാശി മുഴുവൻ സ്പിരിച്വലായിട്ട് വരിക എന്നുള്ളതാണ്. കാരണം സ്പിരിച്വലായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ ആരും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കില്ല. നമുക്ക് വീട്ടിൽ ആവശ്യമുണ്ടല്ലോ, അവരുടെ പ്രസൻസ് നമ്മൾക്ക് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഓരോ വീട്ടിലും ഇത്തരത്തിൽ മാസ്റ്ററി വന്നിട്ടില്ല, മെൻ്റലി വളരെ ഉയർച്ച പ്രാപിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാവേണ്ടത് അടുത്ത തലമുറകൾക്കും ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എഡ്യൂക്കേഷനിൽ ആധ്യാത്മികത ഇൻക്ലൂഡ് ചെയ്യണം. സ്പിരിച്വാലിറ്റി എന്നുള്ള ഈ കാര്യം മടി കൂടാണ്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതിനാണ് ഹാർട്ട്ഫുൾനെസ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് നമ്മളെല്ലാവരും
ആത്മാർത്ഥമായിട്ട് പങ്കുചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.